അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ CPIM ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. 20 വർഷം ഞാൻ സഹയാത്രികനായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ പാർട്ടി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മളുടെ രാജ്യത്ത് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പോയി ആരംഭഘട്ടത്തിൽ മതേതര സർക്കാരുകൾ അധികാരത്തിൽ വന്നു. എന്നാൽ ആ മതേതര സർക്കാരുകൾക്കൊന്നും 1.5 പതിറ്റാണ്ടിലധികം ആയുസ്സില്ല എന്നുള്ളതാണ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മമതാ ബാനർജി വലിയ കൊടുങ്കാറ്റുയർത്തിയാണ് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ആ മമതാ ബാനർജി തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അവരുടെ പാർട്ടി പിളർന്നു. അവർ തന്നെ അവരുടെ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പിരിച്ചുവിട്ടു. BJPക്ക് വളരെ സേഫായിട്ടുള്ള ഒരവസ്ഥയിൽ ബംഗാൾ ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു. കേരളത്തിലും അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. ഇപ്പോൾ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF വലിയ തോതിലുള്ള വർഗീയ മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് 3 സീറ്റാണ് ബംഗാളിൽ കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഓർക്കണം. ആ 3 പിന്നീട് അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യസ്നേഹികളും മതനിരപേക്ഷവാദികളും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം, CPIMനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്.